ഹലോ ഗായ്സ്, ഇന്ന് നമ്മള് ഷോയ്ക്ക് പോവാണ്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു ഡ്രസ്സിലാണ് പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാല് ട്രിവാൻഡ്രത്ത് ഇപ്പം ഫുൾ മഞ്ഞാണ്. എവിടെ നോക്കിയാലും മറ്റേ മൂടൽ മഞ്ഞ്, മറ്റേ സ്നോ അല്ല, മൂടൽ മഞ്ഞില്ലേ, ഫോഗാണ്. ഈ മൂന്നാറ് ടൈപ്പൊക്കെ. അപ്പോഴത്തേക്കും നമ്മള് രാവിലെ ആയപ്പോലും ഉച്ചയ്ക്ക് ഒരു 2 മണിയായപ്പോലും പുതച്ചിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഭയങ്കര തണുപ്പാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രെയിനിൽ പിന്നെ എന്തായാലും നോർമലി ഉള്ള ജാനുവരി ഒക്കെ പോയാൽ തന്നെ നമ്മൾ തണുത്ത് കുറച്ചിരിക്കേണ്ടി വരും. അപ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടാണ് ഇന്ന് പോകുന്നത്. ഷോ വരുന്നത് നമുക്ക് തൃശ്ശൂരാണ്. നമ്മള് ഗുരുവായൂർ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ഞാനും അമ്മയുമാണുള്ളത്, വേറെ ആരുമില്ല. നമ്മൾ തന്നെ പോവും, തിരിച്ചു വരും. പിന്നെ ഗേൾസ് ലൈക്ക് തൃശ്ശൂര് അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ കാണും. അപ്പോ നമുക്ക് അതിന്റെ വ്ലോഗാണ് ഇന്ന് നമ്മളൊന്ന് കാണാൻ പോകുന്നത്. ഗൈസ്, നമ്മള് ഇവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് ചിപ്സ് വാങ്ങിച്ചു. ഇനി ഇവിടെ നിന്ന് നമ്മളിനി 12:30-ക്കാണ് ട്രെയിന്. അപ്പൊ അത്രയും നേരം നമ്മൾ ഇനി കാത്തിരിക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കാം. നെറ്റ് നമ്മൾ അൺലിമിറ്റഡ് ചാർജ് ചെയ്തായിരുന്നു. അപ്പോഴത്തേക്കും അതുകൊണ്ട് നെറ്റിന്റെ ഒരു പ്രശ്നം വരില്ല. പക്ഷേ റെയിൽവേ സ്റ്റേഷനിലായത് കൊണ്ട് അതിൻ്റെതായ പരിമിതികൾ. പിന്നെ എന്റെ സീറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ട്രാവൽ ചെയ്യാൻ ക്യാൻസൽ ആയിട്ടില്ല, പക്ഷെ വെയിറ്റിംഗ് ലിസ്റ്റിലായതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോവേണ്ടി വരും. എല്ലാം കുറച്ച് കുഴപ്പത്തിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വളരെ ടെൻഷനിലാണ്. അമ്മയ്ക്ക് അധികം ടെൻഷൻ ഉണ്ട്. അമ്മ ഇല്ലെന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ എനിക്ക് എന്റെ സീറ്റ് അല്ലേ, അതുകൊണ്ട് എനിക്ക് ടെൻഷനുണ്ട്. നമുക്ക് നോക്കാം. സോ ഗൈസ്, നമ്മളിപ്പോ ഒരു ലേഡീസ് കമ്പാർട്ട്മെന്റിൽ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ലേഡീസ് വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യാണ്. അത് നമ്മൾ ജനറലിൽ വെയിറ്റ് ചെയ്യാൻ നമുക്ക് പേടിയാണ്, അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇനി 12:30 വരെ നമ്മളിവിടെ കാത്തിരിക്കും. പിന്നെ ലേഡീസ് മാത്രമായതുകൊണ്ട് ബാക്ക് ക്യാമറ ഇട്ട് ഞാൻ കാണിക്കുന്നില്ല, ഫുൾ ലേഡീസ് ആണ്. അമ്മ ട്രെയിനിന്റെ ഓരോ ഡീറ്റെയിൽസ് നോക്കിയാണ് ഏത് പ്ലാറ്റ്ഫോമിൽ നിർത്തുമെന്നൊക്കെ. നോക്കാം, നമുക്കെല്ലാം ഓരോന്ന് വീതം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മള് ചിപ്സ് മാറിപ്പോയതാണ് മാറ്റാൻ പോയാണ്. അപ്പോഴത്തേക്കും ഇവിടെ ഞാൻ വ്ളോഗ് എടുക്കുന്നത് കണ്ടിട്ട് കുറെ പേര് ചിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കറിയത്തില്ല. ഗൈസ്, നമ്മള് 2 വട്ടം അവിടെ പോയതുകൊണ്ട് അവിടുത്തെ ആന്റി ഇച്ചിരി ദേഷ്യത്തിലായി. കുഴപ്പമില്ല, ഇവിടെ പട്ടാളക്കാര് അത് എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, അവരെന്ത് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അവിടെ എന്തോ ഷെഡൊക്കെ വെച്ച് കെട്ടുന്നുണ്ട്. നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി നോക്കാം എന്താണ് അവർ ചെയ്യുന്നത്. സോ ഗൈസ്, നമ്മളിപ്പം ട്രെയിനിൽ കയറിയിട്ടുണ്ട്. നമുക്ക് സീറ്റ് കിട്ടി. ഞാൻ വിചാരിച്ചു മറ്റേ സെപ്പറേറ്റ് സീറ്റ് പോലെ ആയിരിക്കും, പക്ഷെ ഇത് മറ്റേ സ്ലീപ്പർ അല്ലെങ്കിൽ ജനറൽ പോലെ ഇങ്ങനെയാണ് സീറ്റ് വരുന്നത്. ഗുരുവായൂർ എക്സ്പ്രസ് ആണ്. അപ്പോഴത്തേക്ക് ഇനി നമ്മൾ അവിടെ ഒരു 7 മണി ഒക്കെ ആകുമ്പോൾ എത്തുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് കഴിയുമെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ഇനി ട്രെയിനിൽ ഞാൻ ഉറങ്ങുമെന്നും എനിക്കറിഞ്ഞൂടെ, ചിലപ്പോൾ ഞാൻ ഉറങ്ങത്തുള്ളൂ. നമുക്ക് ഒരു അപ്ഡേറ്റ്സും നോക്കാം. നമ്മള് വീണ്ടും രാത്രി ഉറങ്ങിയിട്ട് എണീറ്റ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ എടുത്ത വീഡിയോയിലൊന്നും ഒന്നും കൊടുത്തില്ല, സൗണ്ട് ഒന്നും കൊടുത്തില്ല. കാരണം ഞാൻ ഉറക്കം എണീറ്റുകൊണ്ട് കണ്ണില് ഭയങ്കര ഒരു മൂകത പോലെയായിരുന്നു. അപ്പോഴത്തേക്കും ഒന്ന് ഫേസ് വാഷ് ഒക്കെ ചെയ്ത്, അപ്പൊ നിങ്ങൾ വിചാരിക്കും കുളിക്കല്ലായിരുന്നു. എന്നാലും രാത്രി ഞാൻ കുളിച്ച് എനിക്കിങ്ങനെ വേറൊരിടത്ത് പോയി അല്ലെങ്കിൽ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊന്നും നിന്ന് കുളിക്കണം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യണ ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അല്ലാതെ റെഡിയായി. പിന്നെ ഇന്നൊരു ദിവസത്തേക്ക് വെറുതെ റൂം എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് സ്റ്റേയും പറഞ്ഞില്ല, അവര് സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഇനി നേരെ നമ്മള് റിസോർട്ടിലോട്ട് പോകും. എപ്പോഴും ഞാൻ ഈ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്, ഞാൻ മാറ്റും. നമ്മൾ റോട്ടിലൂടെ പോകുന്നത് കൊണ്ട് ഞാൻ അത് ഇടുന്നില്ല, കാരണം ആളുകളുടെ നോട്ടം ശരിയല്ലാത്തോണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ തീർച്ചയായും ഇത് മാറും. നല്ല ഡ്രസ്സ് എടുത്തത്. ഇത് ഒരുമാതിരി ഫുൾ ട്രെയിനിൽ ഇരുന്നോണ്ട് അഴുക്കും പൊടിയൊക്കെയാണ്.
എന്തായാലും ഞാൻ ഒരുങ്ങി. അതിന് പിന്നെ ഇനി ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല. മാക്സിമം ആയിരുന്നു ഒരുങ്ങി. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, സത്യസന്ധമായി പറയണമെങ്കിൽ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് വല്ലതും കഴിക്കാൻ പറ്റും. കാരണം അവിടെയാണ് ഫുഡ്. പക്ഷേ അവിടെ എത്തും വരെ എനിക്ക് പിടിപ്പിക്കാനുള്ള ഒരു ഇതില്ല. എനിക്ക് നല്ല വിശക്കുന്നു. ഞാൻ വെള്ളം കുടിച്ചു. അത് നമ്മൾ അന്നല്ലേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. നമ്മൾ പിന്നെ ലോ ബഡ്ജറ്റ് ആണല്ലോ എല്ലായിടത്തും ചെന്നാലും. ലോ ബഡ്ജറ്റ് ട്രാവൽ. അപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മളപ്പോ ഓട്ടോയിലാണ് പോകുന്നത്. കിഴക്കും പാട്ടുകര, അതിനെന്തോണ് സ്ഥലത്തിന്റെ പേര്. നമ്മള് ഷാമ്പൂ ഒക്കെ കൂടി കഴുകി സൂപ്പറായിട്ടുണ്ട്. അപ്പൊ കാറ്റ്. സോ ഗായ്സ്, നമ്മള് ഡ്രസ്സ് മാറ്റി. ആൻഡ് ഈ ഡ്രസ്സിന് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടായിരിക്കും മുൻപ്. കാരണം ഞാനിത് സ്ഥിരം ഇടുന്ന ഒരു ഡ്രസ്സാണ്. ഞാൻ അങ്ങനെ ബ്ലാക്ക് കളർ എനിക്ക് അഡിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ബ്ലാക്ക് ഡ്രസ്സസ് കുറവാണ്. എനിക്ക് ഈ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇഷ്ടം. അപ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ള ലിമിറ്റഡ് ബ്ലാക്ക് ഡ്രസ്സിലാണ് ഞാൻ ചില കൊറിയോയിൽ പറയും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണമെന്ന്. അപ്പോഴത്തേക്ക് അതുകൊണ്ട് കുറച്ച് ബ്ലാക്ക് ഡ്രസ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇവിടെ ഇപ്പോൾ ആരും വന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വിശക്കണമുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി വാങ്ങിച്ച ചിപ്സ് എടുത്ത് കഴിക്കുകയാണ്. എനിക്ക് നല്ല വിശക്കണമുണ്ട്. എനിക്ക് തലയൊക്കെ കാണും. നമ്മൾ ചായ പോലും കുടിക്കാതെ ധൃതിപ്പെട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇവിടെ പിന്നെ ഒത്തിരി കമ്പനികളുണ്ട്. കമ്പനികളെന്ന് വെച്ചാൽ ഒരു കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഇന്നിവിടെ പെജന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് പെജന്റ് ഉണ്ട്. അപ്പൊ പെജന്റിനുള്ള കുട്ടികളുണ്ട് ഇവിടെ. ഞാൻ അറിഞ്ഞില്ല പെജന്റ് ഉണ്ടെന്ന്. ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങുമായിരുന്നു. പൈസ ഉണ്ടെങ്കിൽ ഇറങ്ങിയേന്. നമുക്ക് ഓരോരുത്തരും വന്നതിന് ശേഷമുള്ള അപ്ഡേറ്റ്സ് ആണ്. ഇപ്പം ഒരാളെ ഞാൻ കണ്ടു, എന്റെ കൂടെ ഉള്ള. വേറെ ആരെയും ഇതുവരെയായിട്ടും കണ്ടില്ല. നമുക്ക് നോക്കാം. സോ ഗൈസ്, നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം ഫസ്റ്റ് ക്ലസ്റ്റർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ക്ലസ്റ്ററിൽ ഞാനുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടിയപ്പോ ഞാൻ വന്ന് വീഡിയോ എടുത്തതാണ്. ഇതാണ് ക്ലസ്റ്ററിന്റെ ഒരു ഇത്. ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ കാണും. അപ്പൊ അവരെ കാണാൻ പറ്റാത്തത് കൊണ്ട് എന്നെ മാറ്റിയതാണ്. ഭയങ്കര കോലം. അപ്പോഴത്തേക്കും ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ക്ലസ്റ്റർ ഉണ്ട്. പിന്നെ എന്തോന്നൊക്കെ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഒത്തിരി ഗേൾസ് ഉണ്ട്. ഇനിയും 6 ഗേൾസ് പുറത്ത് നിൽക്കുമായിരുന്നു. 9 ഗേൾസിനെ വെച്ചിട്ടാണ് ഒരു ക്ലസ്റ്റർ. നമുക്ക് നോക്കാം ഇനി അടുത്തതൊക്കെ എന്തായിരിക്കും എന്ന്. ആക്ച്വലി ഗൈസ്, ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ വെയേർഡായിട്ട് ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആക്ച്വലി ഞാൻ ഭയങ്കര വെയേർഡായിട്ടാണ്. കാരണം ഇവിടെ ഇത്ര ആളുകളുണ്ട്. പക്ഷെ എനിക്ക് സോഷ്യൽ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഗായ്സ്, ഷോ നടന്നുകൊണ്ടിരുന്നപ്പോൾ കരണ്ട് പോയി. ഇപ്പം അതാ റാമ്പില് മോഡൽസ് നടക്കുന്നതാണ്. ടോർച്ചിട്ടിട്ട് അല്ല എനിക്കറിയത്തില്ല. ഞാൻ എന്നെ കാണാമോ? എന്നെ കാണാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. സംഭവ ബഹുലമായ കാര്യങ്ങളെന്ന് നടക്കുമെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലെ പറഞ്ഞ്. ഇങ്ങനൊരു സംഭവമാണോ? ഞാനത് ജന്മത്ത് പോലും വിചാരിച്ചില്ല. നമുക്ക് നോക്കാം ഞാൻ ഇത് നടക്കുന്നത്. ഗൈസ്,
ഇപ്പോൾ ഷോ കഴിഞ്ഞ് പോകുന്ന വഴിയാണ്. ഷോയിൻ്റെ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ കാണിക്കാൻ. മേക്കപ്പ് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല, ലെൻസും കണ്ണിൽ തന്നെ അതേപോലെ കിടപ്പുണ്ട്. റെയിൽവേ സ്റ്റേഷനിലിരുന്ന് റിമൂവ് ചെയ്യാമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മൾ റാമ്പിൽ ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ കറണ്ട് ഇല്ലാതെയാണ് നമ്മൾ റാമ്പിൽ ഇറങ്ങിയത്. എന്ത് അവസ്ഥയാണെന്നൊന്ന് ആലോചിച്ചു. എങ്കിലും നമ്മൾ ഇറങ്ങി. ദാറ്റ്സ് അവർ കോൺഫിഡൻസ് ആൻഡ് ദ കറേജ് എ മോഡൽ നീഡഡ് ഇൻ ഹർ ലൈഫ്. അപ്പോഴത്തേക്കും ഞാനും അമ്മ എന്താ ചപ്പാത്തി കഴിച്ചിട്ട് പോവുകയാണ്. ഡിസപ്പോയിൻറ്റഡ് ഇറങ്ങിയല്ലോ. പക്ഷേ ഒരു കാര്യം, നമ്മൾ പോയത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്. അവരിട്ട എഫേർട്ട് ഗൈസ്, ആക്ച്വലി ഇത് അവർ നന്നായിട്ടെല്ലാം പ്രൊവൈഡ് ചെയ്തായിരുന്നു. ഇത് ഷോ നടത്തിയവരുടെ പ്രോബ്ലമാണ്. ലൈക്ക് ആ റിസോർട്ടിൻ്റെ പ്രോബ്ലമാണ്. അവർ ജനറേറ്റർ പ്രൊവൈഡ് ചെയ്തില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നടത്തിയ പ്രൊഡക്ഷൻസ് അവർ അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല. അപ്പം നമ്മളെ കൊണ്ടുപോയവരുടെ പ്രശ്നമല്ല അത്. നമ്മളെ കൊണ്ടുപോയവർ നമുക്കുള്ള സാധനങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ഈ ടെക്നിക്കൽ പരമായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പ്രൊഡക്ഷനാണ്. അവർ ചെയ്തില്ല അത്. ഞാനിപ്പോൾ മേക്കപ്പൊക്കെ അത്യാവശ്യം റിമൂവ് ചെയ്തിട്ടിരിക്കുകയാണ്. കണ്ടു, എൻ്റെ കൂടെ ഷോയ്ക്ക് ഉണ്ടായിരുന്ന കുറേ പേരെ കണ്ടു. പക്ഷേ എൻ്റെ കൂടെ ആരുമില്ല, ഞാനും അമ്മയും മാത്രമാണ് ഒറ്റയ്ക്ക്. നമ്മൾ ഒറ്റയ്ക്ക് പോയി പിന്നെ ശീലം ഉണ്ടായിട്ട് കുഴപ്പമില്ല. വലിയ കുട്ടികളാണ് നമ്മൾ. അപ്പോൾ ഗൈസ്, നമ്മൾ നിന്ന് പോകേണ്ടി വരുമോയെന്നാണ് ഒരു ഭയം. എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ, ഒരു സീറ്റ് മതി, നമ്മളെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്ന് ഒക്കെ പോകും. നിൽക്കാനുള്ള സ്ഥലമെങ്കിലും കിട്ടണമെന്നാണ് ഏറ്റവും പ്രാർത്ഥന. നോക്കാം നമുക്ക്.